യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അതൊക്കെ കേട്ടപ്പോ എനിക്ക് നല്ല വിഷമം തോന്നി. അവിടെയാ നീ മറ്റൊന്നും ആലോചിക്കാതെ ആഭരണങ്ങൾ കൊണ്ടുകൊടുത്തെ. ആന്റിക്കൊരു ആപത്തും വരാതിരുന്ന മതിയായിരുന്നു ചേച്ചി. എന്നോട് എന്ത് കാണിച്ചാലും പ്രതീക്ഷേട്ടന്റെ അമ്മയല്ലേ. നിന്റെ ഈ മനസ്സിന് നിനക്ക് ഇന്നും നല്ലതേ വരൂ പ്രാർത്ഥന. പിന്നെ നിന്റെ ശരീരം കൂടി ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ വല്യമ്മ ചിലപ്പോ ദേഷ്യത്തോടെ ആയിരിക്കും നിന്നോട് പെരുമാറിയെന്ന് വരിക. നീ അതൊന്നും കാര്യമാക്കണ്ട. ശരി ചേച്ചി. പിന്നെ എന്തുണ്ടെങ്കിലും നീ എന്നെ വിളിക്കണം. ശരി. എന്നാ ഞാൻ പോട്ടെ. ആര്? ഞാൻ മണി ശർമ്മ. അടുപ്പമുള്ളവർ എന്നെ ശർമാജി എന്ന് വിളിക്കും. അല്ല, താങ്കൾ ഇവിടെ സൂര്യ കാണാനാണോ? അല്ല മാഡം, മാനസയെ തേടിയാണ് ഞാൻ വന്നത്. മാനസയെ ഒന്ന് വിളിക്കണം. അല്ല, ഇതാര്? അജയം പാലത്തറി. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. ശർമാജി, ഇവിടെ ഒരു സംസാരം വേണ്ട. നമുക്ക് പുറത്തേക്ക് പോകാം. പുറത്തേക്ക്? എന്തിന്? എനിക്ക് സംസാരിക്കാനുള്ളത് നിന്നോടല്ല, നിന്റെ മോളോടാ, മാനസയോട്. വിളിക്കോളെ. എന്താ ഏട്ടാ ഇത്? ആരാ ഇയാള്? ഇയാൾ എന്തിനാ മാനസം മോളെ തിരക്കുന്നത്? അത് ഞാൻ പറയാം ആന്റി. വാ വാ വാ, നിന്നെ തന്നെയാണ് എനിക്ക് വേണ്ടത്. എന്താ മോളെ, ആരാണ് ഇയാള്? പറയാം ആന്റി. ഇത് മണി ശർമ്മ, എന്റെ ബിസിനസ് പാർട്ട്ണർ ആയിരുന്ന സുനിൽ ശർമ്മയുടെ ബ്രദർ. എന്താ ശർമ്മജി, എനിക്ക് പറയാനുള്ളത് ഞാൻ അവിടെ വെച്ച് പറഞ്ഞതല്ലേ. പിന്നെ എന്തിനാ എന്നെ തേടി വന്നത്? നിനക്ക് പറയാനുള്ളത് പറഞ്ഞാൽ എനിക്ക് എന്റെ അനുജനെ തിരിച്ചു കിട്ടുമോ? എന്റെ അനുജൻ ദുബായി ജയിലിൽ കിടക്കുമ്പോ നീ നിന്റെ കുടുംബം ഇവിടെ സൂക്ഷിച്ചു കഴിയണ്ട. ശർമ്മജി വെറുതെ കാര്യം അറിയാതെ സംസാരിക്കരുത്. കുര്യന്റെ പണവും ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് ദയവായിട്ട് ഞങ്ങൾ വെറുതെ വിട്. നിന്നെ ഞാൻ വെറുതെ വിടാടി. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് തമ്മിൽ സംസാരിച്ച് തീർക്കാം. സംസാരിക്കാനോ? നിനക്ക് എന്നോട് സംസാരിക്കാനൊന്നുമില്ല അല്ലേ? എന്നാലേ നിന്നോടും എനിക്ക് സംസാരിക്കാനൊന്നുമില്ല. മര്യാദക്ക് ഈ നിമിഷം എന്നോടൊപ്പം ഇറങ്ങി വരണം. നീയും സുനിലിനോടൊപ്പം അകത്ത് കിടന്നാലേ പഠിക്കൂ. എന്താ മിസ്റ്റർ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഇവൾക്ക് ഇവിടെ ചോദിക്കാനും പറയാൻ ആളുണ്ട്. ആണോ? എന്നാ ചോദിക്ക്. എന്റെ അനിയനും എവളും കൂടി ചേർന്ന് കുര്യൻ എന്ന വ്യക്തിയിൽ നിന്ന് തട്ടിയെടുത്ത 5 കോടി രൂപ എവിടെയും ചോദിക്ക്. ആ കാശ് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ കുര്യനും ഫാമിലിയും ആത്മഹത്യ ചെയ്തു. ആ ആത്മഹത്യാക്കുറിപ്പിൽ എന്റെ അനുജൻ ചതിച്ചതുകൊണ്ടാണ് അയാൾ ആത്മഹത്യ ചെയ്തെന്ന് എഴുതി വെച്ചേക്കുന്നത്. പക്ഷേ സുനിലിനോടൊപ്പം ഇവളും കൂടി ഉണ്ടായിരുന്നു അയാൾ എഴുതിയിട്ടില്ല. അതുകൊണ്ടാണ് ഇവള് രക്ഷപ്പെട്ടത്.
പക്ഷെ സത്യം എനിക്കല്ലേ അറിയൂ. ആ പണം ഇവളറിയാതെ എങ്ങും പോവില്ല. അതുകൊണ്ട് പകുതി കാശ് എനിക്ക് കിട്ടണം. കിട്ടിയേ പറ്റൂ. ആന്റി, ഇയാള് പറയുന്നൊന്നും അല്ല സത്യം. കുര്യന്റെ പണം നഷ്ടപ്പെട്ടതും അയാളെ കുടുംബവുമായി ആത്മഹത്യ ചെയ്തത് സത്യം. അല്ലാതെ ആ സംഭവമായോ കാശുമായോ എനിക്ക് ഒരു ബന്ധവുമില്ല. ഞാൻ സുനിലിനെ കാണുമ്പോ അയാളുടെ കയ്യിൽ ആ കാശുണ്ടായിരുന്നു. പിന്നീട് എന്താ സംഭവിച്ചതെന്നൊന്നും എനിക്ക് അറിയില്ല. കൊള്ളാം, നിന്റെ ബുദ്ധി കൊള്ളാം. കോടികൾ കൈ കിട്ടിയപ്പോ കുടുംബമായിട്ട് നാട്ടിലെത്തിയിട്ട് കള്ളം പറയും. ഞങ്ങൾ എന്തിനാ നാട്ടിലേക്ക് വന്നേന്ന് ആന്റിക്ക് അറിയാം. നിങ്ങൾ ഈ പറയുന്ന 5 കോടി എന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്ന് ഈ വീട്ടിലെ അഭയാർത്ഥികളെ പോലെ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്ക. എന്റെ ഈ അച്ഛനും അമ്മയാണ് സത്യം. ആ കാശ് എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. കൊള്ളാം, നീ ഈ അജയന്റെ മോളല്ലേ? കള്ളം പറയാനും കള്ളസത്യം പറയാനും ഒരു മടിയും കാണത്തില്ല. എനിക്ക് ഈ കാര്യത്തിൽ കള്ളം പറയേണ്ട ഒരു കാര്യമില്ല. ഞാൻ ഒരു ബിസിനസ്സിൽ പാർട്ട്ണറായി പോയി എന്നുള്ള സത്യം തന്നെയാണ്. പക്ഷെ എന്നോടൊപ്പം ഉള്ള പാർട്ട്ണർ റോങ് ആയിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് ഈ പണം ഇടപാടിൽ ഞാനും പെടാത്തത്. അല്ലെങ്കിൽ ഉറപ്പായും എന്റെ പേരും കുര്യന്റെ ആത്മഹത്യ കുറിപ്പിൽ ഉണ്ടാവുമായിരുന്നു. അതെല്ലാം ഇനി വിശ്വാസമായില്ലെങ്കിൽ ഞാൻ വരാം. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ കോടതി പറഞ്ഞോളാം. മതി, എനിക്കിത് മതി. നിന്നെ കിട്ടിയാൽ എന്റെ അനിയനെ രക്ഷിക്കാൻ എനിക്കറിയാം. നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നത്? ദാ, നീ എവിടേക്കും പോകുന്നില്ല. പകരം ഞാൻ പോകാം. ആ. എനിക്ക് വേണ്ടത് നിന്നെ അല്ല, നിന്റെ മോളെയാ. അച്ഛാ, ഞാൻ പോവാം. അല്ലെങ്കിൽ തന്നെ ഞാൻ ഇവിടെ എന്തിനാ നിൽക്കുന്നേ? എല്ലാത്തിനും ഒരു മോചനം കിട്ടുമെന്ന് ആഗ്രഹിച്ച ഞാൻ ഇവിടേക്ക് വന്നത്. അതും ആന്റി നിർബന്ധിച്ചുകൊണ്ട് മാത്രം. എന്തുകൊണ്ടും ഞാൻ മടങ്ങി പോകുന്നത് തന്നെയാ നല്ലത്. എന്റെ തലവിധി എന്താണോ അതുപോലെ വരട്ടെ. ഇല്ല, അങ്ങനെ നിന്നെ പോകാൻ ഞാൻ അനുവദിക്കില്ല. നമുക്ക് പോലീസിൽ പരാതി കൊടുക്കാം. അതാ നല്ലത്. കൊടുക്കണം. അപ്പൊ പിന്നെ എനിക്ക് സൗകര്യമായിരിക്കും. പിന്നെന്താ വേണ്ടെന്ന് കേരള പോലീസും ദുബായ് എംബസിയും കൂടി ചേർന്ന് തീരുമാനിക്കും. അതിനുള്ള തെളിവുകളൊക്കെ എന്റെ കയ്യിലുണ്ട്. മാഡം പോലീസിനെ വിളിക്കണം. അയ്യോ വേണ്ട ജയ, അതൊക്കെ കൂടുതൽ കുഴപ്പമാവും. ഞങ്ങള് കാരണം നിനക്ക് നിന്റെ കുടുംബത്തിന് ഒരു പ്രശ്നവും ഉണ്ടാവരുത്. അതെ ആന്റി, ഈ പ്രശ്നത്തില് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ ഒരു കൂട്ടുകാരി കാരണോ ഞാൻ ഈ ബിസിനസ്സിൽ പെട്ടുപോയത്. ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഇയാളോടൊപ്പം പോവാൻ പോകുന്നു? അതെ ആന്റി, അല്ലാതെ വേറെ ഒരു വഴിയുമില്ല. അത് പറ്റില്ല. നിന്നെ ഞാൻ അങ്ങനെ വിടില്ല. ശർമാജി, എനിക്ക് നിങ്ങൾ അറിയില്ല. മാനസ മോളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് കാര്യങ്ങൾ ഏതാണ്ട് മനസ്സിലായി. ഇവൾക്കങ്ങനെ ആരെയും ചതിക്കാനും പറ്റിക്കാനൊന്നും അറിയില്ല. അതുകൊണ്ട് ദയവായി നിങ്ങളിപ്പോ തിരിച്ചു പോണം. സോറി മാഡം, മാനസയില്ലാതെ ഞാൻ മടങ്ങി പോവില്ല. അല്ലെങ്കിൽ 5 കോടിയുടെ പകുതി പണം എനിക്ക് കിട്ടണം. ഇവളുടെ കയ്യിലില്ലാത്ത കാശ് ഇവൾ എങ്ങനെയാ തരേണ്ടേ? അതൊന്നും എനിക്കറിയില്ല. എനിക്ക് കാശ് കിട്ടണം. അല്ലെങ്കിൽ ബ്ലാങ്ക് പത്രത്തിൽ ഇവൾ ഒപ്പിട്ട് നൽകണം. എനിക്കൊരു ഉറപ്പ് വേണമല്ലോ. ഞാൻ എടുക്കാത്ത കാശിന് ഞാൻ എന്തിനാ ഒപ്പിട്ട് തരുന്നേ? ശർമാജി, മോക്ക് പകരം ഞാൻ ഒപ്പിട്ട് തരാം. ഇവളെ അങ്ങ് വിട്ടേക്ക്. അച്ഛാ, ഇങ്ങോട്ടൊന്നേ. അയ്യോ, അച്ഛന് വേറെ പണിയൊന്നുമില്ലേ? എന്തിനാ ആവശ്യമില്ലാത്ത തലവേദന ഉണ്ടാക്കുന്നേ? അല്ലാതെ വേറെ വഴിയില്ല മോളെ. സൂര്യയും മച്ചമ്പിയും വന്നാലുള്ള അവസ്ഥ എന്താണെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കിയോ? ശർമാജി പ്ലീസ്, ഞാൻ ഒപ്പിട്ട് തരാം. ഓക്കെ, അങ്ങനെങ്കിൽ അങ്ങനെ. പക്ഷേ മാഡം കൂടി ഒപ്പിട്ട് തരേണ്ടി വരും. എല്ലാത്തിനും സാക്ഷി വേണമല്ലോ. ഒപ്പിടാം. ഗുഡ്. അയ്യോ,
ശർമാജി എന്തിനാ ഇത്രയും പത്രങ്ങള്? ഒരുമിച്ച് എന്തായാലും ഈ കാശ് തനിക്കോ തന്റെ മോൾക്കോ തരാൻ കഴിയില്ല. ഇതാവുമ്പോ ഗഡുക്കളായിട്ട് എനിക്ക് എഴുതി വാങ്ങാമല്ലോ. ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. അയ്യോ, എന്തെങ്കിലും ആയിക്കോട്ടെ, ഒപ്പിട്ട് തരാം. ഒപ്പിടും. ഇനി മാഡം ഒപ്പിടണം. ഒരു ശരി, എന്നാൽ ഇനി ഞാൻ ഇറങ്ങാം. വിളിച്ചോളാം. ഓ, മാറിക്ക. സോറി ജെ, നിന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയാ ഇതുവരെ പറയാതിരുന്നത്. അതെ ജി, ഒന്നാമത് നീ ഒരു രോഗി. അതിന്റെ കൂടെ വേണ്ട, ഓ, ഞാൻ ഇപ്പോഴല്ലേ രോഗിയായത്. നിങ്ങൾ വരുമ്പോ അങ്ങനെ ആയിരുന്നില്ലല്ലോ. ആന്റി, ഈ സംഭവം ഇത്രത്തോളം ആവുന്നൊന്നും ഞാൻ കരുതിയില്ല. എങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങോട്ട് വരില്ലായിരുന്നു. നിന്നെ എനിക്ക് മനസ്സിലാവും മോളെ. നിനക്കൊരിക്കലും ആരും ചതിക്കാനാവില്ല. എന്തായാലും ഇന്നിവിടെ നടന്നതൊന്നും നമ്മളല്ലാതെ മറ്റാരും അറിയരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഓ, അതെ, നമ്മൾ ഈ നടത്തിയ പ്ലാൻ അവരൊരിക്കലും അറിയരുത് കേട്ടോ. അതെ, അറിയാതിരുന്ന കൊള്ളാം.